Namaste children, I hope you all are fine. Today we are going to learn a new letter, which is that letter G. Mama letter G and baby letter G. Capital letter G and small letter G. Capital letter G and small letter G. G for grapes. G for grapes. Listen here. Children, listen here. Look here. Which letter is this? Letter G. Capital letter G and small letter G. Capital letter G and small letter G. G for girl. G for girl. ആരാണ് girl? പെൺകുട്ടി അല്ലേ? G for girl. ടീച്ചറെ കൂടെ പറയൂ. Say with me. G for girl. G for girl. G for grapes. എന്താ grapes? മുന്തിരി. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മുന്തിരി? G for grapes. G for girl. G for grapes. G for grapes. G for goat. എന്താ goat? ആട്. G for goat. Goat gives us milk and meat. അല്ലേ? G for goat. G for gate. G for gate. G for girl. G for grapes. G for goat. G for gate. G for girl. G for girl. G for grapes. Do you like grapes? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മുന്തിരി? Yes. G for grapes. G for goat. G for gate. The sound of G is G. The sound of G is G. G, G, girl. G, G, grapes. G, G, goat. G, G, gate. Okay. ഇനി നമുക്ക് G എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഓക്കെ. എങ്ങനെയാണ് G എന്ന ലെറ്റർ എഴുതുന്നത് എന്ന് നോക്കാം. Listen here. Start below the top line and draw a curve. Okay. Go up and draw a small sleeping line. Okay. Come down. Draw a standing line. Draw a curve. Go up. Draw a small sleeping line. Come down. Draw a standing line. Okay. ആദ്യം നമ്മൾ ഒരു കർവ് വരയ്ക്കുക അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ സി എങ്ങനെ എഴുതുക? അതേപോലെ. എന്നിട്ട് മുകളിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ടൊരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ടോ പിന്നെ താഴേക്കൊരു സ്റ്റാൻഡിങ് ലൈനും. ഇത് ഏത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്റർ ജി. എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ബിഗ് സി അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ സി. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി പിന്നൊരു സ്ലീപ്പിംഗ് ലൈന്, പിന്നൊരു സ്റ്റാൻഡിങ് ലൈന്. ഇത് ഏത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്റർ ജി. ഇനി സ്മോൾ ലെറ്റർ ജി എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു കർവ്. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഗോ അപ്പ് അല്ലേ? മുകളിലേക്ക് പോയി എന്നിട്ട് അത് കൂടെ തന്നെ താഴേക്ക് വന്നു അല്ലേ? ആ ലൈനിലൂടെ തന്നെ താഴേക്ക് വന്നു അല്ലേ? എന്നിട്ട് താഴത്തെ ലൈനിൽ ടച്ച് ചെയ്തു. എന്നിട്ടൊരു കർവ് അല്ലേ? എങ്ങനെയാണ്? കർവ്, സ്റ്റാൻഡിങ് ലൈൻ, വീണ്ടും ഒരു കർവ്. ഇത് ഏത് ലെറ്ററാണ്? സ്മോൾ ലെറ്റർ ജി അല്ലേ? ഒരു സ്മോൾ ലെറ്റർ സി ആദ്യം എഴുതുക. എന്നിട്ട്
മുകളിലേക്ക് പോയിട്ട് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ ടച്ച് ചെയ്യുക. എന്നിട്ട് നേരെ താഴേക്ക് വന്നു അല്ലേ, ഒരു സ്റ്റാൻഡിങ് ലൈന്. എന്നിട്ട് ഇങ്ങനെ വളച്ചെടുത്തൊരു കർവ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഒരു കർവ്. എന്നിട്ട് ഗോ അപ്പ് അല്ലേ, മുകളിലേക്ക് വന്നു. ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു, ഒരു സ്റ്റാൻഡിങ് ലൈന് അല്ലേ, പിന്നെ ഒരു കർവ്. ഓക്കെ, ഇത് ഏത് ലെറ്ററാണ്? സ്മോൾ ലെറ്റർ ജി. അപ്പോൾ എല്ലാവരും ഇത് എഴുതുക, എന്നിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം.